ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനപ്പോൾ ഇന്ന് നിങ്ങളെ എൻ്റെ ഇന്നത്തെ വിളവെടുപ്പ് ഉണ്ടോ, നമുക്ക് തക്കാളി, അതുപോലെ തന്നെ കത്തിരിക്ക, വഴുതന എന്നും പറയും. തൃശ്ശൂരുകാരെല്ലാം വഴുതന എന്നാണ് കോമൺ ആയിട്ട് പറയണത്. ഇത് വയലറ്റ്, പിന്നെ കുറച്ച് വെണ്ടയ്ക്ക, ഒരു പാവയ്ക്ക, മുളക്, കുറച്ചധികം വെറൈറ്റി മുളകുകളുണ്ട്. ഇതൊരു ടൈപ്പ് മുളക്, പിന്നെ ഇത് വേറൊരു ടൈപ്പ് മുളക്, പിന്നെ നീളത്തിൽ വരുന്ന ടൈപ്പ്, പിന്നെ ഭാസ്കര മുളക്, അങ്ങനെ അമരയ്ക്ക, വഴുതിന, കറിവേപ്പില, ഇതൊക്കെയാണ് ഇന്നത്തെ വിളവെടുപ്പ്. പിന്നെ വളരെ കുറച്ച് ചീരയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഇതിനോടൊപ്പം തന്നെ നമ്മളിതെല്ലാം പറിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കയറിയപ്പം ചെടികളിൽ ഒത്തിരി നമ്മുടെ ചെടികളെ അറ്റാക്ക് ചെയ്യുന്ന ഒരാളും കൂടെ വളർന്നു വരുന്നത് കണ്ടു. അതായത് ചെടിച്ചട്ടിയിലെ വളമെല്ലാം വലിച്ചെടുത്ത് നല്ല എന്താ പറയുക, പൂർവാധികം ശക്തിയായി തഴച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ. നോക്കിയപ്പം അത് ഉപയോഗത്തിലുള്ളത് തന്നെ, പക്ഷെ കറി വയ്ക്കാനല്ല എന്ന് മാത്രം. നമുക്കത് ആവശ്യമുണ്ട്. അങ്ങനെ ഇന്ന് അതിനെയും കൂടി എടുത്തു. അപ്പോൾ അയാളെ കാണിക്കാം. ഇതാണ് ആ സംഗതി. ഉണ്ടോ, ഒരു കുട്ട നിറച്ചാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഒരു 50ഓളം ഗ്രോ ബാഗ് ഉണ്ട്. അതിൽ പച്ചക്കറിയുടെ കൂടെയും അല്ലാതെ പൂച്ചെടികളുടെ കൂട്ടത്തിലും നമ്മൾ ഈ മണ്ണ് മുകളിലിട്ട് ഒന്ന് ഇത് ചെയ്യാറുണ്ട്. കുമ്മായൊക്കെ ഇട്ടിട്ട് അതിന് ട്രീറ്റ് ചെയ്തെടുക്കാറുണ്ട്. അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടിട്ട് മണ്ണ് നിറയ്ക്കുമ്പം വെജിറ്റബിൾസിനും അതുപോലെ തന്നെ പൂച്ചെടികൾക്കും ഒരുമിച്ച് ആ മണ്ണിൽ തന്നെ നമ്മൾ, അതായത് നമ്മുടെ പോട്ടി മിക്സറായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ ഈ വിത്ത് വീണ് മുളയ്ക്കുന്നതാണ് ഈ ചെടി. മനസ്സിലായോ? ചെടി കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണെന്ന്? ഇതാണ് കയ്യോന്നി, കഞ്ഞുണ്ണി എന്നൊക്കെ പറയും. ഇത് എണ്ണ കാച്ചാൻ വേണ്ടി. അപ്പോൾ ഇത്രയും കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എണ്ണ കാച്ചി വയ്ക്കാം. കാരണം നമ്മൾ വെളിച്ചെണ്ണ വാങ്ങിച്ച് ഇതും കറ്റാർ വാഴയും, പിന്നെ അതുപോലെ ഫ്ലാക്സ് സീഡ്, ഉലുവ, ചെമ്പരത്തിപ്പൂവ്, അങ്ങനെ നമുക്ക് കിട്ടാവുന്ന മെഡിസിനൽ പ്ലാന്റ് എല്ലാം ചേർത്ത് നമ്മൾ എണ്ണ കാച്ചും. പൂവാങ്കുരുന്നല, അങ്ങനെയുള്ളതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ കാച്ചും. അപ്പോൾ ഇന്ന് ഇത്രയും കയ്യോന്നി കിട്ടിയപ്പോൾ എനിക്ക് തോന്നി വെളിച്ചെണ്ണയുണ്ട്, അപ്പോൾ എണ്ണ കാച്ചി വയ്ക്കാം. അപ്പോൾ എണ്ണയാണെങ്കിൽ തീരാറായിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഇത്രയും നമ്മൾ എന്താ പറയുക, വിളവ് കിട്ടിയതാണ്. നമ്മുടെ ചെടിയെ അറ്റാക്ക് ചെയ്യുന്ന ചെടിയായിട്ട് വന്നതാണെങ്കിൽ പോലും അതുകൊണ്ടാണ് ചെറുതായിരുന്നപ്പോൾ പറിച്ച് മാറ്റാതിരുന്നത്. അപ്പോൾ ഇനി നിർത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് ഇത് എടുത്തു. അപ്പോൾ നമ്മുടെ ഇത്രയും വിളവിനോടൊപ്പം തന്നെ നമ്മളിന്ന് കയ്യോന്നിയും കൂടെ എടുത്ത് ഇന്ന് വെളിച്ചെണ്ണ കാച്ചാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊന്നും എണ്ണ വാങ്ങിക്കാറില്ല. തലയിൽ തേക്കാനുള്ള അതെല്ലാം നമ്മൾ സ്വന്തം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആരോഗ്യമുള്ളിടത്തോളം കാലത്ത് നമുക്കങ്ങനെ ചെയ്യാം. അതൊക്കെ കഴിയുമ്പോൾ നമ്മളുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച് തേക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ. കണ്ടു, ഒരു കുട്ട നിറച്ചതെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഇത്രയും പോകുന്നൊരു കുട്ട നിറയെ നമുക്ക് കയ്യോന്നി കിട്ടിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലങ്ങളാണ് ഈ കാണുന്നത്. കണ്ടു, കറിവേപ്പിലൊക്കെ ഞാൻ നിറയെ എടുത്തു. കാരണം പുതിയ തളിര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിന്നെ പോട്ടിലിരിക്കുന്ന കറിവേപ്പിലാണെങ്കിൽ ഇനി പുതിയത് ഇത് ഒടിച്ചാലേ തഴച്ച് വളരുള്ളൂ. അപ്പോൾ എത്രയും ഇന്ന് ഒടിച്ചെടുത്തു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പച്ചക്കറിയും അതുപോലെ തന്നെ നമ്മുടെ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കാനുള്ള ഈ സംഗതികൾ, ഇനി കറ്റാർവാഴയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കണം. പക്ഷെ ഞാനിത് ഒരുമിച്ച് എടുത്ത് കൊണ്ടുവന്നതുകൊണ്ട് ഇതിനോടൊപ്പം കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെയും ഹെൽത്തിയായും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.